ഇന്ന് നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും അതുപോലെ ബട്ടൺ ഹോൾ സ്റ്റിച്ചും എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 6 സ്ട്രാൻഡ്സിലാണ് ഞാൻ എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. അതിന് ആദ്യം നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് താഴെ നിന്ന് നീഡിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പം കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമുക്ക് ഇവിടെ നീഡിൽ ഇതുപോലെ കുത്തി നിർത്താൻ. എന്നിട്ട് ഈ ത്രെഡ് നമുക്ക് നീഡിലിൻ്റെ അടിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മെല്ലെ ഇതുപോലെ വലിച്ചു കൊടുക്കാം. ഇങ്ങനെ. ഇനി അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ നീഡിൽ കുത്തി കൊടുക്കാം. എന്നിട്ട് ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മെല്ലെ നീഡിൽ ഇതുപോലെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരേ അളവിൽ വരാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ സ്റ്റിച്ചസ്. നമ്മളിങ്ങനെ തയ്ച്ച് കൊടുക്കുമ്പം ഇവിടെ ലൂസായി പോവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. കണ്ടോ, ഇതുപോലെ ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ചൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുപോലെ നീഡിൽ ഇറക്കി കൊടുക്കാം. എന്നിട്ട് താഴേക്ക് ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്നത്. ഇനി നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതും ഞാൻ ഇതുപോലെ 2 പാരലൽ ലൈൻസിൻ്റെ ഇടയിലാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത പോലെ തന്നെ നീഡിൽ ഇതുപോലെ എടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് നീങ്ങിയിട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ കുത്തി കൊടുക്കാം. ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം നമുക്ക് നീഡിൽ കുത്തി കൊടുക്കാൻ. എന്നിട്ട് ഈ ത്രെഡ് ഇവിടെ നീഡിലിൻ്റെ അടിയിലായിരിക്കണം വരേണ്ടത്. എന്നിട്ട് ഈ ത്രെഡ് നമുക്ക് ഈ ഫ്രണ്ടിൽ ഇതുപോലെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ നീഡിൽ മെല്ലെ ഇതുപോലെ വലിച്ചു കൊടുക്കാം. അപ്പോൾ വലിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇങ്ങനെയല്ല ഇത് വരേണ്ടത്. എന്നിട്ട് നമുക്കിത് മേപ്പോട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നോട്ട് പോലെ ഇവിടെ വരും. ഇനി അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതുപോലെ നീഡിൽ വെച്ച് കൊടുക്കാം. അപ്പം ഈ ത്രെഡ് നീഡിലിൻ്റെ അടിയിലായിരിക്കണം വരേണ്ടത്. എന്നിട്ട് ഇങ്ങനെ നീഡിലിൽ ചുറ്റി കൊടുക്കാം. എന്നിട്ട് മെല്ലെ നമുക്ക് നീഡിൽ ഇതുപോലെ വലിച്ചു കൊടുക്കാം. വലിച്ചു കൊടുക്കുമ്പോൾ താഴോട്ടല്ല വലിച്ചു കൊടുക്കേണ്ടത്, ഇതുപോലെ മുകളിലോട്ട് നമുക്ക് വലിച്ചു കൊടുക്കാം. അപ്പം ഇവിടെ ഒരു നോട്ട് വരും കേട്ടോ, ഇങ്ങനെയൊരു നോട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നീഡിൽ ഇറക്കി കൊടുക്കാം. ഈ 2 സ്റ്റിച്ചസും കാണാൻ ഒരുപോലെയാണ്, പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ചെറിയൊരു വ്യത്യാസം വരുന്നു എന്ന് മാത്രം.
പിന്നെ ഈ 2 സ്റ്റിച്ചസും നമ്മൾ എഡ്ജസ് ഒക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഫ്ലവർ തയ്ക്കാനും ഒക്കെ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇന്ന് കാണിച്ച ഈ 2 സ്റ്റിച്ചസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.